2007 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടിയതോടെയാണ് കുട്ടി ക്രിക്കറ്റിന്റെ റവല്യൂഷന് തുടക്കം കുറിക്കുന്നത്. ലോകം നേടിയ അതേ വർഷമാണ് ഇന്ത്യ തങ്ങളുടെ നാട്ടിൽ ആദ്യമായി ഒരു T20 അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ ഇറങ്ങിയതും. റിക്കി പോണ്ടിംഗ് നയിക്കുന്ന ലോക ചാമ്പ്യന്മാരായ മൈറ്റി ഓസ്ട്രേലിയയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. രണ്ട് തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങിയപ്പോൾ മത്സരത്തിന്റെ ആവേശവും വർദ്ധിച്ചു. മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയം മത്സരം ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഹൗസ്ഫുള്ളായി. മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിംഗ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. RP സിംഗ് എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ 3 ബൗണ്ടറികൾ നേടി മികച്ച തുടക്കമാണ് ആദം ഗിൽക്രിസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് നൽകിയത്. എന്നാൽ ഓവറിലെ 5-ാം പന്തിൽ RP ഗില്ലിയുടെ സ്റ്റമ്പ് തെറിപ്പിച്ചു. മറുവശത്ത് തന്റെ ആദ്യ ഓവർ തന്നെ ശ്രീശാന്ത് മികച്ചതാക്കിയതോടെ ഇഞ്ചുറി കഴിഞ്ഞ് ടീമിലേക്ക് മടങ്ങിയെത്തിയ മാത്യു ഹേഡൻ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടി. പക്ഷേ 3-ാം ഓവറിൽ RPയെ വീണ്ടും 3 ബൗണ്ടറികൾക്ക് പായിച്ച് ക്യാപ്റ്റൻ പോണ്ടിംഗ് മൊമെന്റം തിരികെ കൊണ്ടുവന്നു. പിന്നാലെ ശ്രീശാന്ത്, RP സിംഗ് എന്നിവരെ 6-ന് പറത്തി ഹേഡനും താളം കണ്ടെത്തി. ഒടുവിൽ പവർ പ്ലേയിൽ അവസാന ഓവർ എറിയാനെത്തിയ ഇർഫാൻ പട്ടാനെ 4 തവണ ബൗണ്ടറിക്കപ്പുറം എത്തിച്ച പോണ്ടിംഗ് ഓസ്ട്രേലിയയ്ക്ക് 58 റൺസ് പവർ പ്ലേയിൽ സമ്മാനിച്ചു. എന്നാൽ അടുത്ത ഓവറിൽ ഹെയ്ഡനെ മടക്കി ഹർഭജൻ സിംഗ് ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി. തുടർന്ന് പോണ്ടിംഗ് സൈമൺ സഖ്യം റൺ റേറ്റ് 8-ൽ താഴെ പോകാതെ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ 13-ാം ഓവറിൽ ശ്രീശാന്തിനെ തുടരെ 3 തവണ ബൗണ്ടറിയിലേക്ക് കടത്തി പോണ്ടിംഗ് തന്റെ അർദ്ധ സെഞ്ചുറിയും കുറിച്ചു. പിന്നാലെ ഹർഭജൻ തന്നെ വീണ്ടും ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി. ഹർഭജന്റെ പന്തിൽ ലീഡിംഗ് എഡ്ജ് ചെയ്ത പോണ്ടിങ്ങുമായുള്ള മിക്സപ്പിൽ സൈമൺസ് റണ്ണൌട്ടായി മടങ്ങി. അടുത്ത ഓവറിൽ പഠാൻ ബ്രാഡ് ഹോഡ്ജിനെയും തിരികെ അയച്ചു. എന്നാൽ പിന്നാലെ എത്തിയ മൈക്കിൾ ക്ലർക്ക് പോണ്ടിങ്ങിന് മികച്ച സപ്പോർട്ട് നൽകി. 18-ാം ഓവറിൽ 3 ഫോറും എക്സ്ട്രാസും ഉൾപ്പെടെ ശ്രീശാന്ത് 20 റൺസായിരുന്നു വിട്ടു നൽകിയത്. എന്നാൽ അടുത്ത ഓവറിൽ പോണ്ടിങ്ങിനെ പുറത്താക്കി പഠാൻ ഓസീസ് കുതിപ്പിന് തടയിട്ടു. ഒടുവിൽ RP സിംഗിന്റെ തകർപ്പൻ ലാസ്റ്റ് ഓവർ ഓസ്ട്രേലിയയെ 166 റൺസിൽ തളയ്ക്കാൻ ഇന്ത്യയെ സഹായിച്ചു. 167 എന്ന എബോവ് പാർ സ്കോർ ചേസ് ചെയ്യാൻ കളത്തിലെത്തിയ ഇന്ത്യൻ ഓപ്പണേഴ്സിനെ സ്വിംഗ് ബോളുകൾ കൊണ്ട് കബളിപ്പിച്ചായിരുന്നു ഓസീസ് പേസേഴ്സ് വരവേറ്റത്. അധികം വൈകാതെ തന്നെ സേവാഗിനെ മടക്കി ബ്രെഡ്ലി ഓസ്ട്രേലിയയ്ക്ക് ആദ്യ വിക്കറ്റും സമ്മാനിച്ചു. പക്ഷേ യുവതാരം റോബിൻ ഉത്തപ്പ ക്രീസിലെത്തിയതോടെ കളി മാറി. ബ്രെഡ്ലി എറിഞ്ഞ 5-ാം ഓവറിൽ വൈഡും ഓവർ ത്രോയും എല്ലാം ഉൾപ്പെടെ 4 ബൗണ്ടറികൾ പിറന്നതോടെ ഇന്ത്യൻ സ്കോർ 50-ലെത്തി. ഹിൽഫൻ ഹൗസ് എറിഞ്ഞ പവർ പ്ലേയിൽ അവസാന ഓവറിലും എക്സ്ട്രാസ് ഇന്ത്യയുടെ സഹായത്തിനെത്തി. 18 റൺസ് ആ ഓവറിൽ പിറന്നതോടെ പവർ പ്ലേയിൽ ഇന്ത്യ 68 റൺസ് സ്വന്തമാക്കി. പവർ പ്ലേക്ക് ശേഷവും ഗംഭീർ ഉത്തപ്പ ജോഡി ഇന്ത്യയെ അനായാസം മുന്നോട്ട് നയിച്ചു. 10-ാം ഓവറിൽ സൈമൺസിനെ 2 തവണ അതിർത്തി കടത്തിയ ഉത്തപ്പ ഇന്ത്യൻ ടോട്ടൽ 100 കടത്തി. എന്നാൽ അടുത്ത ഓവറിൽ ഉത്തപ്പയെ ഗില്ലിയുടെ കയ്യിലെത്തിച്ച് മൈക്കിൾ ക്ലർക്ക് ഓസ്ട്രേലിയയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി. പക്ഷേ ഫോമിലുള്ള യുവിയെ കൂട്ടുപിടിച്ച് ഗംഭീർ ഇന്ത്യയെ വിജയതീരത്തേക്ക് അടുപ്പിച്ചു. അതിനിടയിൽ തന്റെ 4-ാം T20 50യും ഗംഭീർ കുറിച്ചു. പിന്നാലെ ക്ലർക്കിനെ തന്റെ ടിപ്പിക്കൽ സ്ലോക്ക് സ്വീപ്പിലൂടെ ഗാലറിയിലേക്ക് എത്തിച്ച യുവി അന്താരാഷ്ട്ര T20യിലെ മോസ്റ്റ് 6 വിക്കറ്റർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. മറുവശത്ത് ഓസ്ട്രേലിയൻ ബൗളേഴ്സ് എക്സ്ട്രാസ് നൽകി സഹായിച്ചതോടെ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി മാറി. വിജയത്തിന് 24 റൺസ് അകലെ 63 റൺസ് നേടിയ ഗംഭീർ വീണെങ്കിലും യുവി ധോണി സഖ്യം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. സ്റ്റുവർട്ട് ക്ലർക്കിനെ തുടരെ 2 തവണ യുവി 6-ന് പറത്തിയപ്പോൾ 19-ാം ഓവറിലെ ആദ്യ പന്തിൽ ബ്രെഡ്ലിയുടെ ബുള്ളറ്റ് ഡെലിവറി ഒരു സ്റ്റണ്ണിംഗ് ഫുൾ ഷോട്ട് 6-ന് പായിച്ച് ക്യാപ്റ്റൻ ധോണി ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് വിജയം സമ്മാനിച്ചു. 11 പന്തുകൾ ബാക്കി നിൽക്കെ തങ്ങളുടെ നാട്ടിൽ നടന്ന ആദ്യ T20 ഇന്റർനാഷണൽ ഗെയിമിൽ വിജയിച്ച ടീം ഇന്ത്യ കാണികൾക്ക് മികച്ചൊരു വിരുന്ന് തന്നെയായിരുന്നു അന്ന് ബ്രാബോൺ സ്റ്റേഡിയത്തിൽ ഒരുക്കിയത്.